ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്ലീച്ച് എന്നൊരു അനിമേ TV സീരീസാണ്. സീരീസ് പണ്ടത്തെ ഒരു സീരീസാണ്. അതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. സീരീസ് തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഹോളോ ആകാശം താഴോട്ട് വരുന്നതും അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതുമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു സൗൾ റീപ്പർ പറയുകയാണ് എനിക്കിന്ന് നല്ലൊരു സ്പിരിറ്റിൽ എനർജി കിട്ടുന്നുണ്ടെന്ന്. എന്നിട്ട് സൗൾ റീപ്പർ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് നമ്മളുടെ ഇച്ചിഗോനെയാണ്. ഇച്ചിഗോ ആണെങ്കിൽ സ്കൂളൊക്കെ വിട്ടുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് അവിടെ കുറച്ച് ഗുണ്ടകളെ കാണുന്നത്. അവരെ അടിക്കും. കാരണം എന്താണെന്ന് നോക്കാൻ അവനോട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ ഫ്ലവർ ബോട്ടിൽ ഇതാക്കിയതെന്ന്. അപ്പോൾ അവർ പറയും. അപ്പോൾ അവനെ അന്തം വിട്ട് നോക്കി നിൽക്കും. അതിനവനെ ഒന്നുകൂടി കൊടുക്കും ഒരടി. അതിനുശേഷം അവർ ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിഗോനെ നോക്കുന്നതാണ്. ഇച്ചിഗോനെ അവരെ കുറേ നേരം നോക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് ഇതെന്താണെന്ന്. അപ്പോൾ നമ്മൾ കാണുകയാണ് അവിടെ ഒരു പൊട്ടി പൊളിഞ്ഞത് ഒരു ഫ്ലവർ ബോട്ടിൽ. അപ്പോൾ പറയും അതൊരു ഫ്ലവർ ബോട്ടിലാണ്. ഒരു കുട്ടി മരിച്ചതിൻ്റെ അവിടെ വെച്ചതാണ്. അതിന് ഇച്ചിഗോ ചോദിക്കും അതറിയായോ, പിന്നെ എന്തിനാണ് അത് തകർക്കാൻ പോയെന്ന്. എന്നിട്ട് ഇച്ചിഗോ ഒരു മോന്തക്കന്നെ ഒരു ചവിട്ടും കൊടുക്കും. എല്ലാവരെയും അവനെ അടിച്ച് അവിടെ താഴെടും. എന്നിട്ട് നിങ്ങളിത് ഇനി ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ വരില്ല എന്ന് പറയും. എന്നിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഈ ഫ്ലവർ പൊട്ടിയല്ലേ, നിങ്ങളുടെ സൗളുകൾ ഞാൻ പൊട്ടിക്കും. ഇതായിട്ട് അവരോടും അവർ പേടിച്ചോടും. ഇത് കണ്ടോ നിൽക്കുന്ന ആ മരിച്ചുപോയ കുട്ടി ഇവനോട് താങ്ക് യു എന്ന് പറയും. അപ്പോൾ അവൻ മനസ്സിലാക്കാം ഇച്ചിഗോ ഒരു പ്രത്യേക പവറുണ്ടെന്ന്. അതിന് ഇച്ചിഗോ വെൽക്കം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവൻ പോവുകയാണ്. കാരണം അവൻ വീട്ടിലെത്താൻ തന്നെ കുറേ നേരം എടുത്തിട്ടുണ്ട്. അവൻ പോകുമ്പോഴാണ് ആ കുട്ടി പറയുന്നത് ഞാൻ എന്തായാലും ഇനി റെസ്റ്റ് ഇൻ പീസ് തന്നെ ആയിരിക്കും, എനിക്ക് സമാധാനമായി പോകാം. അപ്പോൾ ഇച്ചിഗോ പോകുമ്പോൾ ഞാൻ നിന്നെ റെസ്റ്റ് ഇൻ പീസിൽ നല്ല ആകട്ടെ എന്ന് പറയുന്നതുകൊണ്ട് അവൻ വീട്ടിലെത്തുന്നു. അപ്പം തന്നെ അവൻ്റെ അച്ഛൻ അവൻ്റെ മൂണ്ട കിടന്ന് കൊടുക്കും. കാരണം എന്താ നോക്കുകയാണെങ്കിൽ അവൻ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ആ അടി കിട്ടി ഇച്ചിഗോ അവിടെ വീണ് കിടക്കും. അതിനുശേഷം ഇച്ചിഗോയും അവൻ്റെ അച്ഛനും പൊരിഞ്ഞ ഫൈറ്റാണ്. എന്നിട്ട് അവൻ ചോദിക്കും അച്ഛാ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ മോനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് അവരവിടെ പൊരിഞ്ഞ അടി നടക്കും. ഇതുകൊണ്ടുകൊണ്ട് രണ്ട് സിസ്റ്റർമാരിൽ ഒരു സിസ്റ്റർ പറയും ഈ ഫുഡ് ഇപ്പോൾ തണുക്കും, വേഗം വന്ന് ഈ ഫുഡ് വേണമെങ്കിൽ കഴിച്ചു. എന്നിട്ട് അവർക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ഇതൊന്നും നടക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ അവരുടെ ഫൈറ്റൊക്കെ നിൽക്കും. അതിനുശേഷം ഇച്ചിഗോ ഡിന്നർ ചെയ്യുമ്പോൾ അവൻ്റെ അച്ഛൻ ഒന്നുകൂടി അവനിട്ട് കൊടുക്കും. അപ്പോൾ അവൻ പറയും ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ അച്ഛാ, നിങ്ങളെന്നെ സമ്മതിക്കില്ല ഡിന്നർ കഴിക്കാൻ. അപ്പോൾ അവൻ്റെ സിസ്റ്റർ പറയും അച്ഛാ നിങ്ങൾ എന്നെയാണ് കാരണം, നിങ്ങൾ എന്തിനാണ് വെറുതെ അവനിട്ട് അടിക്കാൻ പോയത്. അവരോട് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ അച്ഛനാണല്ലോ കുറ്റക്കാരൻ, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ അച്ഛനും തന്നെ കുറ്റം പറയുന്നു. എന്നിട്ട് വിഷമമായ അച്ഛൻ അവരുടെ അമ്മയോട് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന്. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെയുള്ള ന്യൂസാണ്. ന്യൂസിൽ എന്തോ ജീവി വലുതായി വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നാശനഷ്ടങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് അവരുടെ സിസ്റ്റേഴ്സ് പറയും ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇച്ചിഗോ ഞാൻ പോകുന്ന റോഡാണല്ലോ അത്. എന്നിട്ട് ഇച്ചിഗോ അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങും. സ്കൂളിൽ പോകുന്ന വഴിയിലാണ് സംഭവം. അപ്പോൾ പെട്ടെന്ന് അവിടെ കുറേ ആൾക്കാർ ഓടുന്നതായി കാണും. ഇച്ചിഗോ എന്താണെന്ന് അവിടെയുള്ള കുട്ടിനോട് ചോദിക്കും. അപ്പോൾ അവനോട് ആ കുട്ടി പറയും ഓടിക്കോ, അവിടെ വലിയ എന്തോ ജീവി ഉണ്ടെങ്കിലും എല്ലാവർക്കും കാണാൻ കഴിയില്ല, അവിടെ നടക്കുന്ന നാശനഷ്ടങ്ങൾ മാത്രമേ കാണൂ. അപ്പോഴാണ് ഇച്ചിഗോയുടെ മുന്നിൽ കൂടെ ഒരു കറുത്ത പൂമ്പാറ്റ പോകുന്നത്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു സൗൾ റീപ്പറാണ്. ആ സൗൾ റീപ്പർ നേരെ ആ ഹോളോൻ്റെ കാത്ത കൊണ്ടിറക്കും. അതിനുശേഷം സൗൾ റീപ്പർ അവിടുന്ന് പോകും. അപ്പോൾ ഇച്ചിഗോ ഇതെന്തോന്ന് പറയുമ്പോൾ ആരും ഒന്നും കണ്ടില്ലേ, ആരും എന്താ പറയാത്തേ. പിന്നെ രാത്രി അത് ആലോചിച്ച് കിടക്കുന്ന ഇച്ചിഗോനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജനലിൻ്റെ അടുത്ത് കൂടെ അതേ പൂമ്പാറ്റ അങ്ങോട്ട് കയറി വരും. അപ്പോൾ ഇച്ചിഗോ അതെന്തോ അത് രാവിലെ കണ്ട സാധനമല്ലേ.
അപ്പോഴാണ് ആ സൗൾ റീപ്പർ അവിടെ നിൽക്കുന്നത്. സൗൾ റീപ്പർ അറിയും ഇവിടെ എന്തോ എന്നുണ്ട്. ഇവിടെ നിന്നാണ് എനിക്ക് ആ പവർ സ്മെല്ല് ചെയ്യാൻ കഴിഞ്ഞത് എന്നുകൊണ്ട് ഇച്ചിക്കോടെ റൂമിൽ കയറി അവിടെ നിന്ന് എന്തൊക്കെ കളിക്കും. ഇത് ഇഷ്ടപ്പെടാത്ത ഇച്ചിക്കോ ഒരു ചവിട്ടം കൂടി കൊടുക്കും. അപ്പോൾ സൗൾ റീപ്പർ ഇവനെന്നെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? നീ എങ്ങനെ എന്നെ കാണുന്നേ എന്ന് ചോദിക്കും. എന്താ എൻ്റെ ഈ കണ്ണിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ആ സൗൾ റീപ്പർ ഇച്ചിരി കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കും. ഇവനാണോ ആ സൗൾ എന്ന് സൗൾ റീപ്പർ വിചാരിക്കും. നീ എന്താ ചെയ്യുന്നതെന്ന് ആ ഇച്ചിക്കോ ആ സൗൾ റീപ്പറോട് ചോദിക്കും. അതിനുശേഷം ഇച്ചിക്കോനെ ആ സൗൾ റീപ്പർ സ്പെഷ്യൽ സ്പെല്ല് ഉപയോഗിച്ച് ലോക്ക് ചെയ്യും. എന്നിട്ട് ആ സൗൾ റീപ്പർ പറയും, ഞാനൊരു സൗൾ റീപ്പറാണ്. എന്നെ എല്ലാ മനുഷ്യന്മാർക്കും കാണാൻ കഴിയില്ല, പക്ഷെ നിനക്ക് എന്നെ കാണാൻ കഴിയും. അതിനുശേഷം പെട്ടെന്ന് അവള് ആടെ വാളെടുക്കും. എന്താകുമ്പോഴേക്കാണെങ്കിൽ അവിടെ ഒരു സൗളുണ്ടായിരുന്നു. ആ സൗളിനെ അവൾ സൗൾ സൊസൈറ്റിയിലേക്ക് അയക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത്തിക അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, നിനക്കൊരു കാര്യം അറിയോ, സൗൾ റീപ്പേഴ്സിന് 2 ആൾക്കാരാണുള്ളത്. ഒന്ന് നല്ല സൗൾസും ഒന്ന് ചീത്ത സൗൾസും. ഇത്തന്നെ പറയുന്ന പേരാണ് ഹോളോസ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇച്ചിഗോ പറയാണ്, നിൻ്റെ ഡ്രോയിങ് തീരെ കൊള്ളില്ല എന്ന്. ഇത് കേട്ട് ആ സൗൾ റീപ്പർ എൻ്റെ മുഖത്തൊരു മീശ വരച്ച് കൊടുക്കും. അതിനുശേഷം ഇപ്പം കാത്തിരിക്കുക 2 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ചിത്രം വരയ്ക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ സൗൾസിനെ ചെയ്യുന്നത് ഒന്നെങ്കിൽ ആ സൗൾസിനെ സൗൾ സൊസൈറ്റിയിൽ കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങളതിനെ ഒന്ന് കൊന്നുകളയും. അതിനുശേഷം വേറെ സൗള് വേറെ ഒരു നല്ല മണമുള്ള സൗളിൻ്റെ മണം അടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. സൗള് പറയും, നല്ല മണമുള്ള നല്ല ടേസ്റ്റിയായ സൗൾ എവിടെയോ ഉണ്ട്. അതുമാത്രമല്ല ഒരു സൗൾ റീപ്പറിൻ്റെ സൗണ്ടും കേൾക്കാൻ എനിക്ക്. എന്നിട്ട് അവിടെ ഇച്ചിയോടെ വീടിൻ്റെ മുന്നിലെത്തും. അപ്പോൾ സൗൾ റീപ്പർ അതിനെ സെൻസ് ചെയ്യും. എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തു. അപ്പോൾ അതെന്തായാലും ഒരു ഹോളോയുടെ ഒച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സൗൾ റീപ്പർ പറയുകയാണ്, ഇതെങ്ങനെ ഞാൻ ഇതുവരെ സെൻസ് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇച്ചിഗോയുടെ സിസ്റ്റർ ഇച്ചിഗോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നീ പോയി വേഗം കരീനെ സേവ് ചെയ്യ് എന്ന് പറയും. ഇതോടെ ഇച്ചിഗോ അപ്പോൾ അവിടെ പെട്ടെന്ന് സൗൾ റീപ്പർ താഴോട്ട് പോകും. അപ്പോൾ എന്താ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കരീനെ സൗൾ പിടിച്ചേക്കാണ്. അതുകൊണ്ട് സൗൾ റീപ്പർ പറയും, അവളെ വിട് ഫൈറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് ഇച്ചിഗോ താഴോട്ട് വരുന്നത്. അപ്പോൾ സൗൾ റീപ്പർ പറയും, എങ്ങനെ എൻ്റെ സ്പെഷ്യൽ സ്പെല്ല് ഇവൻ്റെ മേത്തുണ്ടല്ലോ, അങ്ങനെ ഇവന് താഴോട്ട് വരാൻ കഴിഞ്ഞു, എൻ്റെ സാധാരണ ഹ്യൂമൺ അല്ല എന്ന് പറയും. എന്നിട്ട് ഇച്ചിഗോ ആ സൗളിനെ അറ്റാക്ക് ചെയ്യാൻ പോകും. പക്ഷേ ഒന്നും നടക്കില്ല. ആ സൗള് ഇവനൊരു ചവിട്ട് കൊടുക്കും. എന്നിട്ട് ഇച്ചിഗോ അവിടെ വീണ് കിടക്കും. അതിനുശേഷം ആ സൗൾ റീപ്പർ അവളെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവൻ്റെ സിസ്റ്ററിനെ ബാക്ക് കൊടുക്കും. എന്നിട്ട് പറയും, എൻ്റെ സിസ്റ്ററിൻ്റെ സൗളിന് ആ ഹോളൊന്നും ചെയ്തിട്ടില്ല, അവിടെ ഒരു കുഴപ്പമില്ല. ഇതൊരു സാധാരണ സൗളല്ല, ഇത് നല്ല പവറുള്ള സൗളാണ്, അതുകൊണ്ട് നീ ഉള്ളിലേക്ക് കയറിക്കോ, ഇല്ലെങ്കിൽ നിന്നെയും നിൻ്റെ സിസ്റ്ററിനെയും അവർ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ സൗൾ റീപ്പർ സത്യം പറയും, എടാ ഇച്ചിഗോ, നിൻ്റെ സ്മെല്ലടിച്ചാണ് സത്യത്തിൽ ആ സൗൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് കേട്ട് ഇച്ചിഗോ ഷോക്കാവും. എൻ്റെ മണം അടിച്ചാണോ ആ സൗൾ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ അതെൻ്റെ ശരിക്കും എൻ്റെ ഫാൾട്ടല്ലേ? അപ്പം ഞാൻ തന്നെ ഇതിനെ കൊല്ലും. ഇച്ചിഗോ ആ സൗളിനോട് പറയും, നിനക്ക് എൻ്റെ സൗളല്ലടാ വേണ്ടത്, എടുത്തോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആ സൗൾ റീപ്പർ വീഴും. എന്നിട്ട് ആ സൗൾ റീപ്പറിന് ഇഞ്ചുറി ആവും. എന്നിട്ട് ആ ഇഞ്ചുറി ആയ സൗൾ റീപ്പർ അവിടെ വീഴും. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ സൗൾ റീപ്പർ ഇച്ചിഗോട് ചോദിക്കും, നിനക്ക് എൻ്റെ പവർ വേണോ? കാരണം നീ ഒരു സ്പെഷ്യൽ ഹ്യൂമനാണ്, നിനക്ക് ഞാൻ എൻ്റെ പവർ തന്നാൽ നീ എല്ലാ സൗളിനെയും കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇച്ചിഗോ പറയും, പെട്ടെന്ന് തന്നെ താ, നിൻ്റെ പവർ എനിക്ക് താ. എന്നിട്ട് ഇച്ചിഗോ ചോദിക്കും, എങ്ങനെ നീ എൻ്റെ പവർ ഇടും? അതൊക്കെ ഉണ്ടടാ, എന്നിട്ട് നിനക്ക് ഒരു പ്രാവശ്യത്തേക്കല്ല, നീ സൗൾ റീപ്പറെ തന്നെ ജീവിക്കണം, നിനക്ക് ഹ്യൂമൺ ആകാൻ പറ്റില്ല. ഇതൊക്കെ റെഡിയായി ഇച്ചിഗോ ആ പവർ വാങ്ങാൻ തയ്യാറാവും.
അതിനുശേഷം ആ വാള് ഇച്ചിക അവൻ്റെ പിടിച്ചു വാങ്ങും. സോൾ റീപ്പറോട് പറയും, ആ സോഡ് എനിക്ക് താ എന്ന് പറയും. അപ്പോൾ ആ സോൾ റീപ്പർ പറയും, എൻ്റെ പേര് റോക്കിയ കിസിക്കി എന്ന്. ബാക്കിയുള്ള കിച്ചിക്കി എന്ന് വിളിക്കാം. പക്ഷേ ആ പവർ ഇച്ചിക്ക് കൊടുക്കും. നമുക്ക് നല്ലോണം കാണാൻ കഴിയില്ല, ഒരു വെളിച്ചം പോലെയാണ്. അതിനുശേഷം ഇച്ചിക സൗൾ റീപ്പർ ആവുന്നതാണ് കാണുന്നത്. എന്നിട്ട് ആ സൗളിൻ്റെ കൈ അങ്ങോട്ട് വെട്ടും. അതിന് നമ്മളുടെ കിച്ചിക്ക് പറയും, ഇവൻ സാധാരണ ഹ്യൂമണല്ല, ഇവന് ഞാൻ എൻ്റെ പവർ പകുതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്നാലും ഇവന് നല്ല പവറുണ്ട്. സൗൾ റീപ്പറായും ഞാനിതുവരെ ഇത്രയും സ്പിരിറ്റ് എനർജി ഉള്ള ഒരു സൗൾ റീപ്പറിനെ കണ്ടിട്ടില്ല. അതിനുശേഷം നമ്മളുടെ എപ്പിസോഡ് സംസാരിക്കുകയാണ്.